ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നിട്ട് നമ്മുടെ തിരുവാതിരയുടെ കണ്ടിന്യൂസ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ അത് നമ്മുടെ വെള്ളിയാഴ്ച ദിവസത്തെയായിരുന്നു. ഇന്നിപ്പോൾ ശനിയാഴ്ച രാവിലത്തെ ഞങ്ങളുടെ പരിപാടികളാണ്. അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ച ടീച്ചറിന് വേറെ ബാച്ച് പിള്ളേർ ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും നമ്മുടെ അടുത്തൊക്കെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ദൂരത്തേക്കൊന്നും വരേണ്ട ആവശ്യമില്ല. കാരണം കുറച്ചുകൂടി സൗകര്യം വീട്ടിലേക്ക് വരുന്നതായതുകൊണ്ട് എല്ലാവരും കൂടി വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോയിൻ്റെ അറ്റത്ത് വെക്കാനുള്ള ഒരു പൂ പോലത്തെ ഒരു സാധനമാണ് വന്നപ്പോൾ വെട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാവരും ഒരു കളി കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് തണ്ണിമത്തം കഴിക്കുന്ന സീനാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രാക്ടീസ് ചെയ്തില്ലല്ലോ, ഭക്ഷണം മാത്രമേ ഉള്ളല്ലോ എന്ന്. അങ്ങനെയില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഉള്ള ഭക്ഷണം കഴിപ്പാണ് കേട്ടോ അത്. അപ്പം എല്ലാവരും കൂടി വന്ന് നാളത്തെ ടെൻഷനാണ് കേട്ടോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എല്ലാവരും ഡീസൻ്റായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്. അപ്പം എല്ലാവരും കൂടി രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി വീട്ടിൽ വന്ന് അതിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുക്കം ഓരോന്ന് ചെയ്യല്. പാറുവാണെങ്കിൽ അവിടെ വെള്ളത്തിലാണ് കേട്ടോ. പാറു അല്ലെങ്കിൽ ഒന്നും സമ്മതിക്കില്ല. അപ്പം എല്ലാവരും വന്നാൽ ഞാൻ അവളൊന്നും പറയില്ല എന്നറിയാവുന്നതുകൊണ്ട് അവളവിടെ പോയി ഭയങ്കര വെള്ളത്തിൽ കളിയാണ് കേട്ടോ. മറ്റേ ബബിള് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളത്തിൽ കളിയിലാണ്. അതൊക്കെ എല്ലാം നശിപ്പിച്ച് അവിടെ വെള്ളത്തിൽ കളിയിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കോലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ മൈലാഞ്ചി ഇടുന്ന ദിവസം കൂടിയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഇത് വൈകുന്നേരം പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ കുറേ പരിപാടി, ഭയങ്കരമായിട്ട് ബിസി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. പിന്നെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഡയാലിസിസ് ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ കാര്യങ്ങളൊക്കെ എല്ലാം. എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ്റെ ഒരു വീഡിയോ. ഒരുപാട് പേര് കൂടെ നിന്ന് ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു എനിക്ക്. അതിനകത്ത് കമൻ്റ് ആയിട്ടാണെങ്കിലും പേഴ്സണൽ മെസ്സേജ് ആയിട്ടാണെങ്കിലും എല്ലാം ശരിയാവും, ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ആ ഒരു കാര്യം നമ്മുടെ ഒരു അവസ്ഥയെ പറ്റിയിട്ട് മനസ്സിലാക്കി അങ്ങനെ മെസ്സേജ് അയക്കാനും അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത്. കാരണം ഓൾറെഡി നമ്മളെല്ലാം നമ്മളെ ഹോസ്പിറ്റലിൽ പോകണമൊക്കെ കുറച്ച് നാളായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉണ്ടാവും എന്നുള്ളൊരു ഇതിന് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേൾക്കാൻ. അപ്പോൾ അത്യാവശ്യം പൊതുവേ എൻ്റെ കുറേ നാളത്തെ ശേഷം ഇട്ട വീഡിയോ ആണെങ്കിൽ പോലും അത്യാവശ്യം എനിക്ക് എന്നെ സംബന്ധിച്ച് വ്യൂസ് കയറിയ ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അത്രയും ആൾക്കാരിലേക്ക് അത് എത്തിയെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ ഒത്തിരി പേര് അതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചു അതെല്ലാം ഓക്കെ ആവും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലത്തെ കുറച്ച് സന്തോഷമൊക്കെ എപ്പോഴും വരണ്ടേ. അപ്പോൾ അമ്മയ്ക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവരും വീട്ടിൽ വന്നപ്പോൾ തന്നെ ആ ഒരു എപ്പോഴും നമ്മൾ ഹോസ്പിറ്റൽ വീട് എന്നുള്ള ആ ഒരു ഇതിനകത്തുനിന്ന് മാറി കുറച്ചുകൂടെ വേറൊരു കുറച്ച് സമയത്തൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ വേറൊരു മൈൻഡിലേക്ക് മാറുമ്പോൾ ഒരു റിലീഫാണല്ലോ. അപ്പം അങ്ങനെ എല്ലാവരും കൂടി വന്ന് ഭയങ്കര കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ടുള്ളൊരു പ്രാക്ടീസ് ദിവസമായിരുന്നു ശനിയാഴ്ച എന്ന് പറയുന്നത്. പിന്നെ വൈകുന്നേരം അമ്മയ്ക്ക് ഡയാലിസിസ് ഉള്ളതുകൊണ്ട് നമ്മളിവിടുത്തെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ ഡാൻസ് ക്ലാസ് ഫ്രീ ആവും 4 മണിക്ക് ശേഷം. അപ്പം നമുക്ക് പോവാം. അപ്പം ടീച്ചർ ഡാൻസ് ക്ലാസ്സിലാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്ന വഴിക്ക് അവളുടെ വീട് തൊട്ടടുത്താണ് കേട്ടോ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അവൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വൈകിട്ടാണ് അവൾ ഫ്രീ ആവുള്ളൂ. അങ്ങനെ ലാസ്റ്റത്തെ ഫൈനൽ സെക്ഷൻ പ്രാക്ടീസൊക്കെ ഇനി രാത്രിയിലത്തേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ പാറുവിനെ കൊണ്ടാണ് കേട്ടോ വൈകിട്ട് പോണത്.
അപ്പം എൻ്റെ പ്രാക്ടീസ് വീട്ടിൽ നിന്നേ സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പം പാറു വന്നു കഴിഞ്ഞാൽ പിന്നെ പാറുവിന് ഭയങ്കര ഇതാണ് കേട്ടോ. കാരണം ഞാൻ ഇവരുടെ കൂടെ കളിക്കാൻ പോകുമ്പോൾ ഇനി അവളെ നോക്കിയില്ലെങ്കിലോ എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും. അവളിങ്ങനെ മടി കയറിയിരിക്കും, ഭയങ്കര എന്താണ് ചീമൂട് ഉണ്ടാക്കും. അത് കാരണം എനിക്കും പിന്നെ ഇവിടെ വന്നിട്ട് കളിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഓരോരുത്തരുടേതായിട്ട് മൈലാഞ്ചി ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. കാരണം ഇത്രയും പേരുടെ കയ്യിൽ നമ്മൾ വലത്തെ കയ്യിലും കൂടി ഇങ്ങനെ ഇടുന്നുണ്ട്, നമുക്ക് പരസ്പരം ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് പാറു ഉറങ്ങിയതിന് ശേഷം മാത്രമേ ഇടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടൻ ഇട്ട് തരും കയ്യിൽ, അപ്പം അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇവർക്കൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഇടാൻ പറ്റില്ലാത്തവർക്കൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നു, ഇട്ട് കഴിഞ്ഞവർ ഇവിടെ റെസ്റ്റ് എടുക്കുന്നു. അങ്ങനെ ലാസ്റ്റ് നിമിഷത്തിലേക്ക് നമ്മുടെ കോലെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടോ, നമ്മളൊരു ഫ്ലവർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് അത് അവിടെ ഫിക്സ് ആവുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഫ്ലവർ ഉണ്ടല്ലോ അത്. അപ്പോൾ അത് ഇവരിവിടെ ഭയങ്കര പ്രാക്ടീസിലാണ്. ഞാനും പാറും കൂടി ഇങ്ങനെ നിലത്തിരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് സെക്ഷൻ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ താഴത്തേക്ക് നോക്കിയപ്പോൾ അവിടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ പെരുന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രദക്ഷിണം പോവായിരുന്നു. എല്ലാം കൂടി ഓടി ഇറങ്ങി താഴെ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ പ്രദക്ഷിണം കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു 6:30 ആയപ്പോഴത്തേനും വീട്ടിലേക്ക് പോയി. കാരണം പാറുവിന് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ചെന്ന് അവളെ ഉറക്കിയിട്ട് വേണം എനിക്ക് മൈലാഞ്ചി ഇടാൻ. ഇവരൊക്കെ ഇവിടെ ഇരുന്ന് മൈലാഞ്ചി ഇട്ടിട്ട് ഏകദേശം ഒരു 8 മണിയോട് കൂടിയാണ് കേട്ടോ പോയത്. അപ്പം ഞാനും പാറും കൂടി നേരത്തെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഇവർ വന്നതാണ്. അപ്പം ഇവിടെ പ്രദക്ഷിണം പോകുന്നു. അപ്പം അത് കണ്ടിട്ട് പോകാന്നുള്ള രീതിയിൽ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ഇങ്ങനെ പ്രദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചേട്ടനെ വിളിക്കാൻ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം നാളത്തെ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മുടെ ഫൈനൽ പാർട്ടായിരിക്കും. നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം അതെല്ലാം കാണണം. ഫൈനൽ വീഡിയോ ഇടാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക.